അമ്മയെ കണ്ടവൾക്ക് സങ്കടമായി. അതേസമയം കാങ്ഹ്വ ആനയെ അന്വേഷിച്ച് ഹോട്ടലിലെത്തി. അവളെ അവിടെ കാണാതായപ്പോൾ അയാൾക്ക് ടെൻഷനായി. പെട്ടെന്ന് ആന എന്തോ പർച്ചേസ് ചെയ്തതിൻ്റെ മെസ്സേജ് അയാളുടെ ഫോണിൽ വന്നു. അയാൾ കരുതി ആന അവളുടെ പാരൻസിനെ കാണാനായി പോകുന്നുവെന്ന്. അയാൾ വേഗം തന്നെ ആനയുടെ സിസ്റ്ററെ വിളിച്ചു നോക്കി. പക്ഷെ അയാൾ ആനയുടെ വീട്ടിലെത്തിയപ്പോഴേക്കും ആന സാധനങ്ങൾ വീടിന് വെളിയിൽ വെച്ച് അവിടെ നിന്ന് പോയിരുന്നു. ആനയുടെ സിസ്റ്റർ കരുതി കാങ്ഹ്വ ആണ് സാധനങ്ങളൊക്കെ വാങ്ങിവെച്ചതെന്ന്. കിൻഡർ ഗാർഡനിലുള്ള പ്രേതത്തെ തുരത്താൻ ആന അവിടെ ഒരു കെയർടേക്കറായി ജോലിക്ക് കയറി. അവിടെ വെച്ച് ആന തൻ്റെ മകളെ കണ്ടു. അവർ കുറച്ചു നേരം കളിക്കുന്ന സമയം കാങ്ഹ്വ മകളെ വിളിക്കാനായി അവിടെ എത്തി. അന്നേരം അവർ തമ്മിൽ കളിക്കുന്നത് കണ്ട് കാങ്ഹ്വയ്ക്ക് മനസ്സിലായി ആന തൻ്റെ മകളെ എത്രത്തോളം മിസ് ചെയ്യുന്നു എന്ന്. അവരുടെ സന്തോഷത്തിന് ഭംഗം വരുത്താതെ അയാൾ അവിടെ നിന്ന് നടന്നകന്നു. വഴിയിലൂടെ നടക്കുമ്പോൾ മിഞ്ചിൻ്റെ മെസ്സേജ് വന്നു. അവൾ മകളെ പിക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. മിഞ്ചിൻ നേരത്തെ ഫോട്ടോയിലൂടെ ആനയെ കണ്ടിട്ടുണ്ട്. അതിനാൽ കാങ്ഹ്വ മിഞ്ചിനെ വിളിച്ചു പറഞ്ഞു, മകളെ പിക്ക് ഞാൻ ചെയ്തു കൊള്ളാം. പക്ഷെ അപ്പോഴേക്കും മിഞ്ചിൻ കിൻഡർ ഗാർഡനിൽ എത്തിയിരുന്നു.